ഒരായിരം കിളക്കള കുരുന്നു കൂടുമേഞ്ഞിടുന്നു മോഹം. തരത്തര തരത്തര എയറില് വിടരുതേ. അജിന് ഇച്ചിരി വീക്ക്നെസ് ഉള്ള ഒരു ഏരിയ. ഈ ഒരു പടം ഇറങ്ങുന്നതോടെ ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണോ? അടിയായിരിക്കുമോ? നിനക്ക് അല്ലെങ്കിൽ അടി കിട്ടും. നമ്മളെ വെച്ചൊക്കെ ഒരു സിനിമ ഫണ്ട് ചെയ്ത് അത് പോസിബിൾ ആക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി പാടാം. നമ്മ പുറത്തു പോകുമ്പം സെയിൽസിന് ആരോ വരുന്നത് റിലേറ്റബിൾ ആയിരുന്നു. എന്തൊരു ചോദ്യം. പിന്നെ IT ജോലിക്ക് പോകാൻ വേണ്ടി ചോദ്യം. അപ്പം നമ്മുടെ ഈ പടം നല്ലൊരു വിഷയമായി മാറട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പടക്കുതിര പറപ്പിക്കാനായിട്ട് ഫുൾ ടീമാണ് എന്നോടൊപ്പം. നമസ്കാരം. അപ്പൊ പടക്കുതിര ഇനിയും അധിക സമയം ഇല്ലുണ്ടോ? ഇല്ല, കത്തിക്കണം. ഒത്തിരി സന്തോഷം കേട്ടോ. അങ്ങനത്തെ നാട്ടിലൊന്നും സോഷ്യൽ മീഡിയ റൂൾ ചെയ്യുന്ന രണ്ടുപേരാണ്. തീർച്ചയായിട്ടും സന്തോഷം. ഇതുപോലൊരു പ്രോജക്റ്റിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ അതിന് ഞാൻ ഫസ്റ്റ് നന്ദി പറയുന്നത് അയച്ചേട്ടനോട് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കേട്ടോ അയച്ചേട്ടൻ കുറെ പേർക്ക് അവസരങ്ങൾ കൊടുക്കും. ഇതൊരു ഈ ഒരു കഥയുടെ തുറക്കുന്നത് പത്രസമ്മേളനമല്ല, നല്ലൊരു പത്രം നടത്തിക്കൊണ്ടിരുന്നു. അത് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാഗസിനാണ്, പത്രമല്ല. പത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു മാഗസിനാണ്. ഒരു എന്നാൽ സത്യസന്ധമായി നിലനിർത്തിക്കൊണ്ട് പോയിരുന്ന ഒരു മാഗസിൻ. ഇന്ന് ഓൺലൈൻ മീഡിയ എടുത്താലും പത്രക്കാരെ എടുത്താലും സത്യസന്ധത കുറവാണ്. കാരണം അവർ ഓരോരുത്തരെ വിളിച്ച് വരുത്തിയിട്ട് ഓരോ കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അജിനെ പോലെയോ? അത് ആ ചോദ്യം ചോദിക്കാൻ പറ്റിയ ഒരാള്. എന്ത് എങ്ങനെ സാധിക്കുന്നത്? ഫ്രഷ് ചോദ്യം അങ്ങനെയുള്ള ചോദിക്കുന്നവരോട് എന്തോ ഈ നിമിഷം പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അത് അവരുടെ സൗകര്യം. ചോദിക്കുന്നവരുടെ സൗകര്യം. ഉത്തരം പറയേണ്ടത് വേണ്ടെന്നുള്ളത് നമ്മുടെ സൗകര്യം. ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കും, നിങ്ങൾക്ക് അതൊരു അരോചകമല്ല. കാരണം നമ്മൾ ചെന്ന് ഇരുന്ന് കൊടുത്തു ചോദിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് കൊടുക്കാറില്ല. കൊടുത്തവർ അവരോട് ചോദിക്കണം. അയച്ചേട്ടാ, എങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ഇതുവരെ നിൽക്കാൻ പറ്റുന്നു ഒരു ഇൻഡസ്ട്രിയില്? സിമ്പിളാന്ന് ഉദ്ദേശിച്ചെന്ന് നീ ഡിഫൈൻ ചെയ്തതാണ്. അതായത് സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചില ആക്ടേഴ്സിന് താരജാടകളുണ്ട്, ആക്ടർമാർക്കുണ്ട്. അതെല്ലാം മാറ്റി വെച്ചൊരു പച്ചയായ മനുഷ്യനായിട്ട് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? ഇപ്പൊ ജാട എങ്ങനെ കാണിക്കണ്ടേ? എങ്ങനെ ജാട കാണിക്കണ്ടേ? അല്ല, ജാട ഇപ്പൊ സാധാരണക്കാർ ഒരാൾ ഫോട്ടോ എടുക്കാൻ വന്നാൽ ജാട കാണിക്കുന്നവരുണ്ട്. ഞാൻ കാണിക്കാറുണ്ട്. കാണിക്കാറില്ല. ഞാൻ കാണിക്കാറില്ല. അതിപ്പോ എല്ലാ 24 മണിക്കൂർ കാണാൻ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഷൂട്ടിന്റെ ഒക്കെ ഇടയ്ക്കാണെങ്കിൽ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ജാടയല്ല ഒരിക്കലും. അല്ല, അത് മറ്റുള്ളവരും ജാടയല്ല. അവർ ഇന്ത്യയിലും ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്കായിരിക്കും. ആ ജോലിക്ക് പ്രൊഡ്യൂസർ ഒരു കാശ് കൊടുത്തിട്ടുണ്ടാവും. ആ ലൊക്കേഷൻ ചിലപ്പോൾ ഇത്ര മണിക്കൂർ ഉണ്ടാവുള്ളൂ. നാച്ചുറലി വാങ്ങിച്ച കാശിന് അയാൾ ജോലി ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ഫോട്ടോ എടുക്കാൻ പോകാൻ പാടില്ലല്ലോ. അത്രേ ഉള്ളൂ. മിമിക്രിയിലൊക്കെ തുടക്കം കുറിച്ചല്ലേ, അങ്ങനെ അഭിനയമായി ഇവിടം വരെ എത്തി നിൽക്കുന്നു. കലോത്സവ വേദികളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ കലോത്സവ വേദികൾ നമ്മൾ ആദ്യം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലോത്സവ വേദി കൂടെ തന്നെ ഞാൻ മിമിക്രിയിൽ വരുന്നത്. മിമിക്രിയുടെ വന്നു, പിന്നെ മിമിക്രി, പിന്നെ അത് കഴിഞ്ഞ് TV പരിപാടി ചെയ്തു. TV പരിപാടി ചെയ്ത് ലാസ്റ്റ് നമ്മൾ സീരീസ് കഴിഞ്ഞിട്ടാണ് ഇപ്പം അവസാനം നമ്മൾ സിനിമയിൽ സൈഡ് വാരം ഓരോ വേഷങ്ങളൊക്കെ ചെയ്തു ഇങ്ങനെ പോകുന്നത്. സിനിമയിലൊക്കെ അങ്ങ് കത്തുവാ. തീർച്ചയായും. അയച്ചോട്ടെ, കുറെ ആൾക്കാര് ഇപ്പൊ കാർത്തിക് സൂര്യൊക്കെ ഇപ്പം കാർത്തിക് ശങ്കർ ഒക്കെ റീൽസിലൂടെ വന്ന് തിളങ്ങി നിൽക്കുക. ഒരുപാട് ആൾക്കാർ റീൽസ് അല്ല, കാർത്തിക് ശങ്കർ നമ്മള് പലപ്പോഴും പറയുമ്പോൾ കൃത്യമായി പറയണം. അതായത് ഷോർട്ട് ഫിലിമുകൾ, വ്യക്തമായ ഷോർട്ട് ഫിലിമുകൾ ഇപ്പോഴല്ല, എനിക്കൊന്നു 7-8 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടാവും. ആ അച്ഛൻ്റെയൊക്കെ ഷോർട്ട് ഫിലിം 7-8 വർഷമായി കാണില്ലേ. ഭയങ്കര മനോഹരമായ കഥകൾ പറഞ്ഞ് വിഷ്വലി പറഞ്ഞ ആളാണ്, ഡയറക്ടറാണ്. അയാളൊരു ആക്ടറായി അതിൽ അഭിനയിച്ചത് എനിക്കൊന്ന് വേറെ നടന്മാരുടെ ഡേറ്റ് ഒന്നും കിട്ടാഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷേ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഗംഭീര നടനുമാണ്. അല്ല, ആശയങ്ങളും നല്ലതാണ്,
പിന്നെ ലോക്ക്ഡൌൺ വേണ്ടി വന്ന് എനിക്ക് തോന്നുന്നു എല്ലാരും പോപ്പുലറായി മാറാൻ അല്ലേ. കോവിഡിലാണോ കേറി തുടങ്ങുന്നത്? മൊമെന്റ്സ് ആൻഡ് അതെ നമുക്കൊരു ഷിഫ്റ്റ് കിട്ടിയത് മൊമെന്റ്സ് അങ്ങനെയാണ്. ഈ എഴുതിയ കഥകളിലെല്ലാം റിയൽ ലൈഫ് സ്റ്റോറി ഉണ്ടോ? ചിലതൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നൊക്കെ കിട്ടി ചെയ്തിട്ടൊക്കെ ഉള്ളതുണ്ട്. ഈ അടുത്ത് കുറച്ച് റിയൽ ലൈഫ് ഉണ്ടോടാ ചോദിച്ചാ കേട്ടോ. നല്ല നല്ല ചോദ്യം, നല്ല ചോദ്യം. എല്ലാവർക്കും വേണ്ടി ഞാൻ ചോദിച്ചതാ. ഇല്ല എനിക്ക് ഏറ്റവും കാർത്തികിനെ ഇഷ്ടപ്പെടാൻ കാരണം ലേഡീസിനെ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ കാർത്തികിനോട് അഭിനയിക്കുന്നവരെല്ലാം കറക്റ്റ് യോജിച്ചവരാണ്. അജിന് ഇച്ചിരി വീക്ക്നെസ് ഉള്ള ഒരു ഏരിയ അപ്പം കറക്റ്റ് കാസ്റ്റ് ചെയ്ത് അവർ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കാസ്റ്റിംഗ് കാര്യം അതിലോട്ടുള്ളത്? അല്ല, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് നമ്മുടെ വർക്കിലൊക്കെ അഭിനയിക്കുന്നത്. അതിൽ അഭിനയിക്കണമെങ്കിൽ എന്താണ് ഓപ്ഷൻ? അഭിനയിക്കാൻ അറിയണം, അത്രേ ഉള്ളൂ. ഫസ്റ്റ് എന്റെ വർക്കിലാണ് കുഴപ്പമില്ല. ഒരു കറക്റ്റ് കാര്യമല്ല പറഞ്ഞേ. അഭിനയിക്കാൻ എന്ത് ചെയ്യണം, അഭിനയിക്കാൻ അറിയണം. എന്റെ വർക്കിൽ എല്ലാ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ്. എന്റെ വർക്കിൽ ആകെ അഭിനയിച്ചിട്ടുള്ള സെലിബ്രിറ്റി എന്ന് പറയുന്നത് അയച്ചിട്ട് മാത്രമേ ഉള്ളൂ. എന്റെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിച്ചതാണ്. എനിക്ക് നല്ലൊരു വ്യത്യസ്തം ഇപ്പൊ ഈ പറയുന്ന മാറിയ വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന മുന്നേ എന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സീരിയസ് റോള് മറ്റേ ഞാൻ പറയുന്നില്ല, അതൊരു കൊമേഴ്ഷ്യൽ സാധനം അല്ല. ഒരു സീരിയസ് റോള് 2 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തു, ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത്. അതിൽ രണ്ടാമത്തേതാണ് ഒരു നടനെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന. ഇപ്പൊ പല സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ തരുന്ന അന്ന് ചെയ്തോണ്ടാണല്ലോ. കോൺഫിഡൻസ് ഇനി പോട്ടെ. ഇനി ഇപ്പൊ ചേച്ചി എന്നാ ഒരു വിശേഷം? സുഖം. എന്താണ് ഈ പടം പറയും? ഈ പടം ഭയങ്കര തമാശകളൊക്കെ ഉള്ള ഭയങ്കര രസകരമായ ഒരു കുഞ്ഞു സിനിമ. ഐശ്വര്യനൊക്കെ തമാശ എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റില് ഭയങ്കര ലൈവായിരുന്നു എല്ലാവരും. സെറ്റില് ഭയങ്കര മോശമാണെന്ന് കേട്ടു, അലമ്പായിരുന്നു. ഞാൻ കേട്ടു അജു വർഗീസ് സെറ്റിൽ വന്നു ഭയങ്കര അലമ്പായിരുന്നു, ഇടപെടലുകൾ. ചോദ്യം ഞാൻ കോൺട്രവേഴ്സി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചെറുക്കൻ ചോദ്യം തെറ്റിച്ചു. ഈ കണ്ടന്റാണ് ഞങ്ങൾ പടത്തിലൂടെ പറയുന്നത്. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനാവശ്യമായ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന ഒരു പത്രത്തെ കുറിച്ചാണ് ഞങ്ങളും സത്യത്തിൽ ഇതൊക്കെ വെറുതെ പറയുന്നത്. അജറിന ഞാൻ ഫസ്റ്റ് അജറിനെ കാണാൻ ചെല്ലുമ്പോൾ തന്നെ അജറിനെ പറഞ്ഞു, ഇത് നിങ്ങളുടെ സിനിമ, നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ എടുക്കുന്ന ഷോട്ടുകൾക്ക് അപ്പുറം കുറച്ചുകൂടെ എനിക്ക് നന്നായിട്ട് ഒന്നുകൂടെ ടേക്ക് എടുത്താൽ അത് ബെറ്റർ ആവും തോന്നിട്ട് അജറിന് എന്നോട് ആവശ്യപ്പെടാറുണ്ട്, ഒരു ടേക്ക് കൂടെ പോകാമെന്ന് പറയാം. അത് ആക്ടർ എല്ലാ ആക്ടേഴ്സിനും കയ്യിൽ നിന്ന് കുറച്ചുകൂടെ കിട്ടാനില്ല നമ്മളെ. അതല്ലാതെ ഈ പടത്തിൽ പറക്കുതിരയിൽ അങ്ങനെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എൻ്റെ അറിവില്ലാതെയും ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല വ്യക്തിയാ, ഭയങ്കര രസമായി ഇന്ററാക്ട് ചെയ്ത് അങ്ങനെയാണല്ലോ ഒരു ബന്ധം നമുക്ക് തോന്നി തുടങ്ങും ഒരു വ്യക്തിയോട്. ഡയറക്ടറിനേക്കാളും മറ്റേതാണ് കുറച്ചും കൂടി ഞാൻ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും സിനിമ ചെയ്യുന്നു, പരിചയമില്ലാത്തവരുടെ നമുക്ക് സിനിമ ചെയ്യാം എന്നവിടെ തീരുന്നു. പക്ഷെ ഇടപെട്ട് പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ സിനിമ ചെയ്യാൻ. പിന്നെ എന്നെ വെച്ചും ഞങ്ങൾ ആരും വലിയ താരങ്ങളൊന്നുമല്ല, നടന്മാരെ മാത്രമായിട്ട് നിലനിൽക്കുന്നവരാണ്. നമ്മളെ വെച്ചൊക്കെ ഒരു സിനിമ ഫണ്ട് ചെയ്ത് അത് പോസിബിൾ ആക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ പാടാണ്. അതവർ തീരുമാനിച്ചു. ശ്രീജിത്തേട്ടനും ചേച്ചിയും സാറും കൂടെ അത് ചെയ്തത് വലിയ കാര്യമാണ്. ഞങ്ങളുടെ വീട്ടുകാർ ചെയ്തിട്ടില്ല ആക്ച്വലി, ഞങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പം അത് ഞങ്ങൾ ഭയങ്കരമായി വാല്യൂ കാണുന്നുണ്ട്. 2, ഈ സിനിമയോട് പല സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥകളിലും ഈ സിനിമ റൈറ്റർ ദീപുവിനെ നമ്മൾ എടുത്തു പറയണം. ദീപു ഈ സബ്ജക്റ്റ് കൊണ്ട് പറഞ്ഞ് ദീപു സലോൺ ചേട്ടനെ കണക്ട് ചെയ്ത് ഈ സിനിമയിൽ ദീപു എന്താണോ എഴുതിയ ദീപുവിൻ്റെ സബ്ജക്റ്റിൽ വിശ്വസിച്ച് ഇപ്പം ഇന്നലെയും സംസാരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആ പ്രൊഡക്റ്റിലാണ്. അതാണല്ലോ ഞങ്ങൾക്കും വിശ്വാസം തരുന്ന സാധനം. സംവിധായകൻ ഡൗട്ട്ഫുള്ളായിട്ട് ഇങ്ങനെ നിന്നാൽ നമ്മളും എല്ലാവരും ഡൗട്ട്ഫുള്ളാണ്. സോ അവിടെയാണ് സംവിധായകൻ്റെ ഒരു ഫസ്റ്റ് മെറിറ്റ് ഇരിക്കുന്നത്. ഒരു ടീമിനെ ഫുൾ കോർഡിനേറ്റ് ചെയ്യുക, ആ കോൺഫിഡൻസ് എല്ലാവർക്കും തോന്നുക, അവരുടെ സിനിമയാണെന്ന് തോന്നിപ്പിക്കുക.
ടെക്നിക്കലി ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയെക്കാളും ബെറ്റർ ആവും രണ്ടാമത്തെ സിനിമ, അതിനേക്കാളും ബെറ്റർ ആവും മൂന്നാമത്തെ സിനിമ. അത് ചെയ്ത് വരുന്ന മാറുന്ന ജോലിയാണ്. രഞ്ജി സാർ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി. രഞ്ജി സാർ പറഞ്ഞ വാക്കുകൾ, രഞ്ജി സാർ ഇൻ്റർവ്യൂ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ഇൻ്റർനാഷണൽ സർക്യൂട്ട്സിലും അയക്കണം. അത്ര ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ചെറുതായിരിക്കണം, ലഘുവായിരിക്കണം, എന്നാൽ ഒരുപാട് അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും വേണം. അത് 100% പുലർത്തുന്നൊരു വർക്കാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതും തീർച്ചയായിട്ടും ഉടനെ എല്ലാവരും കാണാൻ പറ്റട്ടെ, പടക്കുതിരയൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെയോടൊപ്പം എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഫോർ ദ പേഴ്സൺ ഹീസ്. മറ്റേതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ഒരു ഫിലിം മേക്കറൊന്നുമല്ല. എൻ്റെ ഷോട്ട് അല്ലെങ്കിൽ എൻ്റെ ഇത് പറഞ്ഞു തരിക എന്നുള്ളത് ഞാൻ ബോധർ ചെയ്യാറുള്ളൂ. ഞാൻ ഈ പടത്തിൽ നമ്മൾ 5 വര ഒരു സ്റ്റോറിയാണ്, പ്രത്യേകിച്ച് അജുവിൻ്റെ കഥയും തുടങ്ങുമ്പം ഞാൻ, ജോമോന്, ഷമീർ, അജുവേട്ടൻ, നന്ദുവേട്ടൻ, നമ്മളാണ് ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ. പടക്കുതിര ഓഫീസിലാണ് നമ്മുടെ വീടും പരിപാടിയും എല്ലാം. അപ്പോൾ അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. കൂടുതലിരിക്കുന്ന സീക്വൻസ് അവിടെ തന്നെ. അവിടെ ഞാൻ ഇതിൻ്റെ ഒരു പഴയ പുള്ളിയുടെ ഒരു ചെറിയ ഫണ്ടറൊക്കെയാണ്. അവസാനം അവിടുത്തെ ഒരു അടുക്കളക്കാരനായിട്ട് ഇവർക്ക് മാറി റിട്ടേണാണ്. അവസാനം ഇവരെ വായിരിക്കുന്നതും കേട്ട് അടുക്കളക്കാരനായിട്ട് ചെറിയൊരു അടിമക്കണ്ണാണ് പ്രതി. പല സമയങ്ങളിലും പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നാൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത കുറച്ച് പേരെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു കഥയില്ലാത്തൊരു ക്യാരക്ടറാണ് എൻ്റെ ക്യാരക്ടർ. അതറക്കും. ഞാൻ ഇതിലൊരു ചെറിയ പാർട്ടാണ് ചെയ്തിരിക്കുന്നത്, എന്നാൽ പോലും ഒരു ഫ്രീക്കൻ ഒരു പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ കൂടുതലും സീൻസ്. കാർത്തിക് ഇതിൽ വന്ന് പോകുന്ന ഒരു ക്യാരക്ടർ. ഞങ്ങൾക്ക് ഒരു ലീഡ് തരുന്ന ക്യാരക്ടറായിട്ടാ പുതിയ തെളിവുകൾ തരുന്ന ആൾക്കാർ. എപ്പോഴും എന്താ മാധ്യമത്തിന് എന്താ വേണ്ടേ, ന്യൂസ് തരുന്ന ആളാണ്. ന്യൂസ് തരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ആളാണ്. അപ്പൊ അവിടെ ഇന്ന വ്യക്തിയുടെ കയ്യിൽ ഒരു പൊട്ടിക്കാവുന്ന ന്യൂസ് ഉണ്ട്, അത് ഞങ്ങളുടെ സ്ഥാപനമായിട്ട് പുള്ളി കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ അത് നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീക്കൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു കാസർഗോഡ് ആ ഒരു ഏരിയയിലുള്ള ഒരു ഫ്രീക്കൻ. സ്ലാങ് അങ്ങനെ പിടിച്ചിട്ടില്ല, അല്ലാതല്ല, അതിന്റെ ഒരു ഔട്ടർ ലുക്കൊക്കെ അങ്ങനെയാണ്. ഞാൻ ഈ മാഗസിന്റെ ഓൺലൈൻ വിഭാഗം മേധാവി, എന്നെ പോലെ ഒരാളാണ്. വെരി പോസിറ്റീവ്. മൂവി റിവ്യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആയിരുന്നു തോന്നുന്നു, നിശ്ചൽ എന്നാണ് പേര്. ഡിജിറ്റൽ വിഭാഗമാണ് പുള്ളി. ഈ ഒരു പടം ഇറങ്ങുന്നതോടെ ഞങ്ങൾക്കൊക്കെ പ്രശ്നമാണോ, അടിയായിരിക്കുമോ? നിനക്ക് അല്ലെങ്കിൽ അടി കൊടുത്താലും കിട്ടും, ഞങ്ങൾക്കൊക്കെ എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ പടങ്ങൾ നമ്മൾ റിലീസ് ചെയ്യുന്നല്ലേ, ഡയറക്ടറിന് ഒരു ചിന്തയുണ്ടോ, ഡയറക്ടർ വിചാരിക്കുന്നുണ്ടോ ഒരു റിവ്യൂവർ കാരണം ഒരു സിനിമ പൊട്ടിപ്പോകുന്ന? ഇനി ആവശ്യമുണ്ടോ പറയാനുള്ളത്? ഇല്ല. കാരണം റിവ്യൂവർ ഒരാളല്ലേ. ഇപ്പൊ ഞാനിപ്പോ റിവ്യൂവർ, ഇപ്പൊ ഈ ഒരു പടം ഇറങ്ങുന്നു, സിനിമ നല്ലതാണോ മോശമാണോ? ശരിക്കും സിനിമ നല്ലതാണോ മോശമാണോ? നല്ലതായിട്ട് മോശം പറയുന്നവരുമുണ്ട്. സിനിമ നല്ലതാണെങ്കിൽ ഒന്നും ബാധിക്കത്തില്ല, മോശമാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. 3.25 കോടി ജനങ്ങളില്ലേ കേരളത്തിൽ, എത്ര പേര് കാണണം നമ്മളെ പടത്തിന്? എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരു 30 ലക്ഷം ആൾക്കാരാണ് അന്ന് ദൃശ്യം കണ്ടത്. അതെ അതെ അതെ. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് അത്രയും പേരെ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ പോയി. അപ്പോഴേ ഇത്ര വലിയ ഹിറ്റായി. സിനിമ ശരിക്കും നല്ലതാണെങ്കിൽ, ശരിക്കും നല്ലതിന് പല തർക്കങ്ങൾ വരാം. കൊമേഴ്ഷ്യൽ സാധ്യതയുള്ള ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആര് നെഗറ്റീവ് പറഞ്ഞാലൊന്നും പറ്റില്ല. എന്ന് വെച്ചിപ്പോൾ സിനിമ ഭയങ്കര ഇതൊക്കെ ഉള്ളു എന്നാൽ ഈ പറഞ്ഞ റിവ്യൂവേഴ്സിന് ഭയങ്കര ഇഷ്ടമായി എന്ന് വെച്ചാൽ അവർ നല്ല പറഞ്ഞാൽ ഇത് ഭയങ്കര ഹിറ്റ് ആവാനും ഉണ്ട്. നമ്മളൊരു പടത്തിൽ അഭിനയിച്ചു, ഹിറ്റായി, ആ പടം കൊണ്ട് നമ്മുടെ തലവരെ മാറി നമ്മൾ മലയാള സിനിമ നിലനിൽക്കും. പിന്നെ തീർച്ചയായിട്ടും എൻ്റെ ഒരു അറിവ് വെച്ച് എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലല്ലോ സിനിമയിൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ടാണ് എന്നെ ഈ പടത്തിൽ തന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് ഇപ്പോൾ 2-3 പടങ്ങൾ ബാക്കി ഒരാളെല്ലാം കാസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ ഇമ്പാക്റ്റിലാണ് എനിക്ക് ഈ പടങ്ങൾ വരുന്നത്. ഇനി എൻ്റെ കയ്യിൽ പോലെ ഇരിക്കും, അല്ലേ നമ്മൾ ചെയ്യുന്ന ഇതുപോലെ ഇരിക്കും ബാക്കിയുള്ള പരിപാടികൾ. നമ്മൾ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, അത്യാവശ്യം നമ്മൾ ടൈമിങ് കീപ്പ് ചെയ്ത് അത്യാവശ്യം മര്യാദയ്ക്ക് അഭിനയിക്കുന്നുണ്ടെങ്കിൽ പടങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ ബന്ധങ്ങളാണ് സിനിമ, അറിയാമല്ലോ.
അയച്ചോട്ടാ, ബന്ധത്തിനാണോ വാല്യൂ, കഴിവിനാണോ വാല്യൂ? ബന്ധം. ബന്ധം. എനിക്ക് കഴിവ് സെക്കൻഡറി ആയിരിക്കും. കഴിവ് പഠിക്കാവുന്നൊരു കാര്യമല്ലേ ഉള്ളൂ, താല്പര്യം ഉണ്ടെങ്കിൽ. നമ്മൾ ഈ കാണുന്ന പ്രേക്ഷകര് ഇപ്പൊ ഈ പടക്കൂതിരെ കാണുവാൻ പോകുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ നിന്ന് പടം കാണുക. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു മകനായിട്ടുള്ള അങ്ങനെയാണ് കഥാപാത്രം, അജുവിൻ്റെ ലീഡ് കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ഈ സാധനം വരുമ്പം പുള്ളിക്കാരൻ്റെ ചില ഇടപെടലുകൾ വഴി പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ മടി കാരണമൊക്കെ ഈ കഥയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന് തന്നെ തട്ടുകേടും പിന്നെ ആളെ കൊണ്ടുവച്ച് അതിനുള്ളൊരു ഹ്യൂമറാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ അവിടെ ഒരു ക്യാരക്ടറിലോട്ട് ഇന്നാവാൻ നേരത്ത് പിന്നെ ഉണ്ടാകുന്ന ട്വിസ്റ്റും ഈ ബന്ധങ്ങളിലുണ്ടാകുന്ന പരിപാടികളും ഇതുമായിട്ട് പിന്നെ തലവേദനയാവുന്നതും പിന്നെ ഇത് ഒരു നല്ല ഒരു ട്വിസ്റ്റിലൂടെ പോയി ഇതിനൊരു ശുഭപര്യവസാനിയാവുന്നതാണ് ഈ പടം. എന്തെങ്കിലും ടെൻഷൻ വല്ലതും ഉണ്ടോ? നീ ടെൻഷൻ അടിപ്പിക്കില്ല അടുത്തൊന്നും. ടെൻഷൻസ് ഒന്നുമില്ല, ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ്. 100% അത് കോൺഫിഡൻസിന്റെ മറ്റേ ബാരലാ. ഞാൻ കോൺഫിഡൻസ് ലൊക്കേഷൻ ഡൗൺ അല്ല, അല്ലാതെ കോൺഫിഡൻസ് ഇഷ്യൂ അല്ലാതെ ഇപ്പൊ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ലോഡ്സ് തരാറുള്ള ആളാണ്. ഇല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിനെ കുറിച്ച് നമ്മൾ ഇപ്പം ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്കത് പുറത്ത് പ്രകടിപ്പിക്കാറുണ്ട്. ആ കോൺഫിഡൻസ് എനിക്ക് 100% ഉണ്ട്. ഞാൻ ഒരു നല്ല സിനിമ, ഒന്ന് അമ്പൻ സിനിമ ഒന്നുമല്ല പറയുന്നത്, ഒരു നല്ല സിനിമ കുറേ നേരം രസിക്കാനും ചിരിക്കാനും ഒന്ന് ത്രില്ലടിപ്പിക്കാനും പറ്റുന്ന ഒരു സിനിമ, അത്ര ഉള്ളൂ. നമ്മുടെ ഇതിലൊരു പഴയ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പറയുന്നില്ല, ചെറുതായിട്ടൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അതെ, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞ പാട്ട് ഈ ഇന്റർവ്യൂ പറയണ്ട. ഈ ഇന്റർവ്യൂ കണ്ടവർ ആ ഇന്റർവ്യൂ പോയി കാണരുത്. അപ്പൊ രണ്ടുപേരും നമുക്കൊന്ന് പാടിയല്ലോ എല്ലാവർക്കും കൂടെ. 1 2 3 4 ഒരായിരം കിനാക്കള കുരുന്നു കൂടുമേഞ്ഞിടുന്നു മോഹം തരത്തര തരത്തര തരതരാരരാരരാര കൊടുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവച്ചു മോഹം. അല്ല, ഈ ഒരു സോങ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്. അതൊരു നൊസ്റ്റാൾജിയ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്തതാണ്. എയറിൽ വിടരുതേ, അല്ല നമ്മളിപ്പോ പാടിയതിനെ. അതെ, നല്ലൊരു പാട്ടിനെ നമ്മളിപ്പോ പാടി. അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ തൊടാതെ പോയ പല ഡയലോഗുകളും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഇതിനെ വർണ്ണിക്കുന്നത്, എഴുതുന്നത് എങ്ങനെ? അല്ല, ഞാൻ കൂടുതലും അങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളതും എനിക്ക് ചെയ്യാൻ ഇഷ്ടവും. ഓഹോ, നീ പണ റിലേറ്റബിൾ ആയിട്ടുള്ള അല്ല, ഞാനിപ്പം അമ്മ മകൻ ആ സീരീസിലാണെങ്കിൽ തന്നെയും നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന രീതിയിൽ ഞാൻ കൂടുതലും അത്തരം ഇത് ആളുകൾ അമ്മ പുറത്തു പോകുമ്പോൾ സെയിൽസിന് ആരോ വരുന്നത് റിലേറ്റബിൾ ആയിരുന്നു. എല്ലാം റിലേറ്റബിൾ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ അങ്ങനെ പറയാം. അപ്പം അങ്ങനെ തന്നെ അത് ആളുകൾ ഷെയർ ചെയ്യണം എന്നുള്ളൊരു, അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ട് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ എനിക്ക് റിലേറ്റബിൾ ആവണമല്ലോ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഞാനത് നോക്കി ചെയ്യാറുണ്ട് കൂടുതലും. അയച്ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഏതായിരിക്കും കാർത്തികിന്റെ? ട്വിസ്റ്റ് കണ്ട തന്നെ, അച്ഛനെ 2 ആൺമക്കൾ ആയിട്ടുള്ളത്. പേരെന്താ? അത് നമ്മുടെ സ്വന്തം സ്വർഗം എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ സ്വന്തം സ്വർഗം. പിന്നെ എനിക്ക് മൊമെന്റ്സ് നമ്മൾ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയില്ലേ, എങ്ങോട്ട് കൊണ്ടുപോകുന്നതാ? ഒരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് തിരിച്ച് അവളുടെ വീട്ടിൽ വരുന്ന ഇത്രയും പറഞ്ഞിട്ട് കിഡ്നാപ്പ് എന്ന് പറയാൻ പറയാതെ പുള്ളി എടുത്ത് കുഴയ്ക്കുന്നു നോക്കണം ഒരു മനുഷ്യൻ. അത് രണ്ടായി. സോറി. പിന്നെ മൊമെന്റ്സ് 1ഉം 3ഉം ഒക്കെ അടിപൊളിയാണ്.
ഈ ഒരു എഴുത്തു പരിപാടിയും കാര്യങ്ങളുമായിട്ടെല്ലാം വരാൻ ലക്ഷ്യം തന്നെ സിനിമയായിരുന്നല്ലേ? തീർച്ചയായിട്ടും സിനിമയിലേക്കുള്ളൊരു അത് ഫസ്റ്റ് എന്തൊരു ചോദ്യം. പിന്നെ IT ജോലിക്ക് പോകാൻ വേണ്ടി ഷോർട്ട് ഫിലിം എടുക്കാനല്ലേ ഈ എഴുത്തും ഷോർട്ട് ഫിലിം എല്ലാം ചെയ്ത് വരുമ്പോൾ സിനിമയിലേക്കായിരുന്നു. ISRI പോകാൻ വേണ്ടിയായിരുന്നു. കോൺട്രവേഴ്സി വെച്ചിട്ടുണ്ട്. അല്ല അത് ഫസ്റ്റ് എൻ്റെ ഈ ഷോർട്ട് ഫിലിം ഇപ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം കണ്ട് അയച്ചേട്ടൻ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം ഇത് എനിക്ക് സിനിമയിലോട്ടുള്ള ചവിട്ടുപടിയാണ് ഈ ഷോർട്ട് ഫിലിം എന്നൊക്കെ. അപ്പം അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ചവിട്ടുപടിയിൽ ഇപ്പൊ എത്ര ശതമാനം സക്സസ് ആയിട്ടുണ്ട് ലൈഫ്? ഇപ്പൊ ഗോളം ചെയ്തു, ഗോളം ഖൽബ്. ഗോളം വൈഡ്ലി അക്സെപ്റ്റഡ് ആയ ഒരു സിനിമയല്ലേ ഇപ്പൊ ആമസോൺ പ്രൈമിൽ വന്നിട്ട്. നല്ല ഖൽബും ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പാട്ടാണെങ്കിലും എല്ലാം അതെ. അതിനുശേഷം ഒരു പക്ഷെ നടനായില്ലായിരുന്നെങ്കിൽ എന്തായി മാറിയത്? എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഡോക്ടർ ആയിരിക്കുമോ അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്. എഞ്ചിനീയർ ആകുമല്ലോ. ഇല്ല, ഞാനത് പഠിച്ചതേ ഉള്ളൂ. പക്ഷെ നീ പറഞ്ഞ ഡോക്ടറല്ലേ നിനക്കാവണ്ടേ? ആയി ഡോക്ടറായിരുന്നു. അപ്പം നമ്മുടെ ഈ പടം നല്ലൊരു വിഷയമായി മാറട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. തീർച്ചയായും നിർത്തല്ലേ? നമ്മളുണ്ട്. നിർത്തുവാണോ? ആദ്യമായിട്ട് എന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂ കഴിയാറാകുമ്പോ നിർത്തല്ലേ എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം നല്ലൊരു വിജയമായി മാറട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു.